ഒരുത്തരും ഇവിടെ സമാധാനമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ആ എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന് വെച്ചാ ചോദിക്കാനും പറയുന്ന ആളിൽ നിൽക്കാം. എന്നെ നോവിച്ചിട്ട് ഒരുത്തരും ഇവിടെ അങ്ങനെ വാഴാന്ന് വിചാരിക്കണ്ട. എനിക്കറിയാം ചെയ്യാൻ. നിങ്ങൾ ഈ പാർട്ടിക്കാരായിട്ട് തല്ലുപിടിക്കാൻ പോണ എന്ത് കാര്യം? നോക്ക് കണ്ടോ കണ്ടോ നീ എന്റെ ക്ലീറ്റ് ഞാൻ എങ്ങനെ ഇനി വെളുപ്പിച്ചെടുക്കും? ചോദിക്ക എങ്ങനെ വെളുപ്പിക്കുന്നു? നീ വെളുപ്പിക്കണ്ട. ഇത് നിന്റെ ആങ്ങളെ മറ്റേ കെട്ടിയോളുണ്ടല്ലോ, അവളെ കൊടുത്ത് അവള് വെളുപ്പിച്ചു തരും. ആ നീ തുടരരുത്. ഇത് ആരെന്ത് ചെയ്തു? ആരും എന്ത് ചെയ്തെന്ന്? അവന് പ്രാന്താടി, മുഴുത്ത പ്രാന്ത്. എവിടെയെങ്കിലും കൊണ്ട് ഇടാൻ പറയാവനെ. എന്താ പറ്റിയെന്ന് പറയേ. എന്താ പറ്റിയെന്ന് എന്റെ എടി, ഞാനും മര്യാദക്ക് ആ വീട്ടിൽ പോയി ഒരു സന്തോഷത്തോടെ ഒരു നല്ല കാര്യം പറയാൻ പോയതാ. എന്നെ ചവിട്ടി തള്ളിയിട്ടാൻ. എനിക്ക് ഞാൻ അവിടെ വെച്ചൊന്നും ചെയ്യാതെ അവന്റെ വീട് കയറി അടിച്ചെന്നുള്ള പരാതി വരും. വേണ്ട, എനിക്കറിയാം ചെയ്യാൻ എന്താണെന്നുള്ളത്. എന്താ പറഞ്ഞു ക്ലീറ്റോനവൻ? എന്നെ നീ അത് ചോദിക്ക്, എന്താ പറഞ്ഞു ചെയ്തെന്നൊക്കെ. അമ്മയോളുണ്ടായില്ലേ? എല്ലാരും ഉണ്ട്. ഉണ്ടായിട്ട് എന്ത് കാര്യം? ഞാൻ അവിടെ വന്ന് കയറാനായി പോയല്ലേ. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. നീ എന്താടാ ക്ലീറ്റോനെ ചെയ്തത്? നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് ക്ലീറ്റോനെ ചവിട്ടാൻ? നീ ആ ചവിനായിരുന്നത്? ഞങ്ങക്ക് ഒരുപാട് രാജാവൊന്നും കളിക്കില്ല ഇവിടെ കിടന്ന്. ആരും അത് കാണാനൊന്നും ഉണ്ടാവില്ല. അവനങ്ങോട്ട് കിടന്ന് നിർത്താനൊന്നും പറ്റില്ല. നീ കണ്ടല്ലേ നിന്റെ കെട്ടിയം കാണിക്കുന്ന തോന്നിയാസം? ഞാൻ പൊന്നു പോലെ വളർത്തുന്ന മനുഷ്യനത്. നിങ്ങൾക്കൊന്നും ചവിട്ടി കൂട്ടാനുള്ള ആളൊന്നും അല്ല. കാര്യം കേൾക്കാൻ പറ്റും. എനിക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ എടി, അവന് പണ്ട് വരുന്ന ചെന്നിക്കുത്ത് വീണ്ടും വന്ന് അതിന്റെ തണറിയാമോ നിനക്ക്? അയ്യോ നോക്കട്ടെ. അയ്യോ എന്നിട്ട് എന്താ എന്നോട് പറയാൻ? ഇത് എപ്പോഴാ വന്നേ? രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ. ഇന്ന് ഏതാണ്ട് അവരുടെ ചീഫ് എഞ്ചിനീയർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി തൊട്ടേ ടെൻഷനായിരുന്നു. ഇവരുടെ ചീഫ് എഞ്ചിനീയർ വരണേ. ഏട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അച്ഛനും. ചീഫ് എഞ്ചിനീയർ എന്റെ ഹവിൽദാരി പേടിച്ചിട്ടൊന്നുമില്ല. എന്റെ അമ്മ ചീഫ് എഞ്ചിനീയറുടെ കാര്യമില്ല. അച്ഛന് ചെന്നിക്കുത്തുണ്ടായിരുന്നില്ലേ? ആ കാര്യ പറഞ്ഞത്. അത് ശരി. അല്ല ഇനിയിപ്പൊ എന്ത് മരുന്ന് എന്തെങ്കിലും കൊടുത്തോ അവന്? മിക്സൊക്കെ പുരട്ടി പിന്നെ തുണിയൊക്കെ നനച്ചിട്ട് ചായയൊക്കെ കൊടുത്തിട്ടൊന്നും കുറയുന്നില്ല. എന്റെ പത്മനാഭ, പണ്ട് ഞങ്ങൾ ലഡാക്കിലായിരുന്ന കാലത്ത് എന്റെ പൊന്നമ്മ ഈ ലഡാക്കിലെ കഥയൊന്നും നിർത്തി. ഏട്ടന്റെ വൈകിന് ഇനിയും കിട്ടും. വേദന ഉണ്ടെന്ന് തോന്നുന്നവന്. ഇതിങ്ങനെ ഇതൊന്ന് ചായ കുടിച്ചിട്ട് വിക്സ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. അങ്ങനെ മാറൂല. ഇതിന് വേറെ മരുന്നുണ്ടമ്മ. ഒറ്റമൂലിയാണോന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ കൂടെ പഠിച്ച രാഗിണിയില്ലേ, അവളുടെ കെട്ടിയാന്റെ അനിയന് ചെന്നിക്കുത്തുണ്ടായി. ഒച്ച മാറിക്കോളും, നീ ഇതാക്കല്ലേ. അപ്പൊ അവര് എന്താണ്ട് ഈ മഞ്ഞളിന്റെ തുണി കൊണ്ട് ഒരു തിരി ഉണ്ടാക്കിയിട്ട് അത് വലിക്കുന്ന ഒരു ചികിത്സ പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ചപ്പോ ആ ചെറുക്കന്റെ മാറി, പിന്നെ വന്നിട്ടേ ഇല്ല. അത് എനിക്കറിയാം, ഞാനത് ഉണ്ടാക്കാം. ഓ നോക്കട്ടെ. ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് കുത്തേരും. ഞാൻ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന വന്നാൽ സഹിക്കണ്ടേ? ഞാനിവിടെ വരട്ടെ? വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം. അവനെ നോക്കിക്കോ. ചുമ്മാ കിടന്ന് വേളം ഉണ്ടാക്കുക. വേദന സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെന്താ? മക്കളെ, നമ്മൾ ക്ഷമിച്ചല്ലേ പറ്റത്തുള്ളൂ. Alien versus Alien.